അപ്പോൾ ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ. അപ്പോൾ സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കുറച്ച് ക്രാഫ്റ്റ് ചെയ്താലോ. ആദ്യം നമുക്ക് നെയിം സ്ലിപ്പ് സെറ്റാക്കി നോക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക, എന്നിട്ട് കുറച്ച് പടം ട്രേസ് ചെയ്തൊന്ന് വരച്ചെടുക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് കളറടിച്ച് ക്യൂട്ടാക്കി എടുക്കുക. എൻ്റെയൊക്കെ സമയത്ത് സ്കൂൾ തുറക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആഘോഷം പോലായിരുന്നു. ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളും പലതരത്തിലുള്ള നെയിം സ്ലിപ്പും. അന്ന് ഈ ബുദ്ധിയൊന്നും തോന്നിയില്ല ഇല്ലേ, അന്ന് ഇതുപോലൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കി കൊണ്ടുപോകുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏതായാലും ഇങ്ങനെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്തെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി ഒന്ന് ആളാവാന്നേ. അപ്പോൾ ഇവിടെ ഞാൻ നെയിം ക്ലാസ് അങ്ങനെ എഴുതിയിട്ടുള്ളൂ. സ്കൂളിൻ്റെ പേര് എഴുതാനുള്ള സ്പേസ് ഇടാൻ മറന്നുപോയി. നിങ്ങൾ എഴുതുമ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പരിപാടി. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു പൗച്ച് സെറ്റാക്കി നോക്കിയാലോ. ഇതിനായിട്ട് ഫോം ഷീറ്റാണ് വേണ്ടത്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വേണം നിർബന്ധമൊന്നുമില്ല, നോർമൽ ഫോം ഷീറ്റ് ആണെങ്കിലും മതി. എന്നിട്ട് ഇതിനെ ഇതുപോലെ 3 സെക്ഷൻസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ സെക്ഷനിലും എന്തെങ്കിലുമൊക്കെ സാധനം നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് കത്രിക വെച്ച് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം ഒരു പൗച്ച് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് ഫോം ഷീറ്റും കൂടെ ജസ്റ്റ് ഇതുപോലെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് സാധനമാണോ വെക്കുന്നത് അതിനുള്ള സൈസിനുള്ള സംഭവം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇതുപോലെ പെൻസിലും പേനയൊക്കെ വെക്കാനായിട്ട് അതിൻ്റെ പുറത്തൂടെ റോൾ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റബ്ബർ വെക്കാനായിട്ട് വേറൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലും പോക്കറ്റ് മണിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വെക്കാം എന്നുള്ള രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഇത് പുറത്ത് ഇതുപോലെ നമ്മുടെ മാസ്കിൻ്റെ ഒക്കെ ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെ അതുപോലെ അതൊന്ന് ക്ലോസ് ചെയ്യാൻ പാകത്തിന്. പിന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് വേറെ ഫോം ഷീറ്റിൽ നിന്ന് കുറച്ച് ബട്ടർഫ്ലൈയും പിന്നെ കുറച്ച് ഡോട്ടും ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട്. ഇനി അടുത്ത സാധനമാണ് മെമോ പാഡ്. അപ്പം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ടിയുള്ള പേപ്പറിൽ ഒന്ന് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്ത് അത് നമുക്ക് വേണ്ട പേപ്പറിൽ വെച്ച് വരച്ചിട്ട് അത് ഈ ഷേപ്പിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചുമ്മാ അങ്ങനെയൊന്നും ഒരു രസമില്ലല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് ഏകദേശം തോന്നുന്ന പോലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റാപ്പിൽ അടിച്ചെടുക്കുക. ഇത് വെക്കാനായിട്ട് നമ്മളൊരു കവർ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് കട്ടിയുള്ള ഒരു പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പുറത്തേക്കിങ്ങനെ ഗ്രിഡ് പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത ആ വൈറ്റ് പേപ്പർ അതിലോട്ട് വെച്ച് ഒട്ടിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെമോ പാഡ് അതിലോട്ട് വെക്കുക. അതിന് മുന്നേ ജസ്റ്റ് ഓരോ ബുള്ളറ്റ് പോയിൻറ്റ്സ് പോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ള് പേജിലും. അപ്പോൾ അത്രയേ ഉള്ളൂ മെമോ പാഡിൻ്റെ പരിപാടി. നല്ല ഈസ്തറ്റിക് ഫ്ലോറൽ മെമോ പാഡ് ഇവിടെ റെഡിയായി. ഇനി അടുത്ത സാധനമാണ് ബാക്ക് പെൻസ്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കയ്യിലുള്ള സ്റ്റിക്കർ എടുക്കുക, കട്ടിയുള്ളൊരു പേപ്പറിൽ ഒട്ടിക്കുക. ഇനി സ്റ്റിക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ബാക്കിൽ നമ്മുടെ സേഫ്റ്റി പിൻ എടുത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിന്നോളൂ. എന്നിട്ട് നമ്മുടെ ബാഗിലോട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കുട്ടപ്പനാക്കി കൊടുക്കുക, നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി അടുത്ത സാധനമാണ് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ അതുപോലെ ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ എല്ലാം ഈക്വലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ നല്ലോണം കട്ടിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ആ മാർക്സ് നമുക്ക് കിട്ടണം, എന്നാലേ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ സെല്ലോ ടേപ്പ് അല്ല യൂസ് ചെയ്യുന്നത്, ഫെവി സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിപ്പോകത്തുമില്ല, സംഭവം എന്നാൽ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു പേപ്പറിലോട്ട് വെച്ച് ഒട്ടിച്ച് അവിടെ ഇവിടെ കുറച്ച് പൂവൊക്കെ വരച്ച് കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒന്ന് കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ട്സിൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എസെൻഷ്യൽസ് ഇനി എന്തൊക്കെ വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. സ്റ്റിക്കി നോട്ട് വർക്ക് ചെയ്യുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതേ ഞാനൊന്ന് ഒട്ടിച്ച് നോക്കുന്നുണ്ട്. സംഭവം നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്കൂൾ ക്രാഫ്റ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.